നിലമ്പൂരിൽ ആരാകും UDF സ്ഥാനാർത്ഥി? KPCC ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൗക്കത്തോ അതോ DCC പ്രസിഡന്റ് VS ജോയിയോ? ഇരുവർക്കും വേണ്ടി വാദിച്ച് കോൺഗ്രസിൽ രണ്ട് വിഭാഗങ്ങൾ രംഗത്തെത്തിയതോടെ ആശയക്കുഴപ്പം തുടരുകയാണ്. മുസ്ലിം ലീഗ് തുറന്ന അഭിപ്രായം പറയുന്നില്ലെങ്കിലും ഷൗക്കത്ത് വിഭാഗം സമ്മർദ്ദതന്ത്രം പയറ്റുന്നുണ്ട്. ഗ്രൂപ്പിസത്തിനോടൊപ്പം സാമുദായിക സമവാക്യങ്ങളും സ്ഥാനാർത്ഥി നിർണയത്തിൽ നിർണായകമാകുമെന്ന് ഉറപ്പാണ്. VS ജോയിക്കൊപ്പം നിൽക്കുന്ന PV അൻവർ ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കിയാൽ ഇടയുമോ എന്ന ആശങ്ക കോൺഗ്രസിനുണ്ട്. ആര്യാടൻ മുഹമ്മദ് 34 വർഷം MLA ആയിരുന്ന നിലമ്പൂരിൽ ആര്യാടൻ മത്സര രംഗത്ത് നിന്നും മാറിയ 2016 മകൻ ആര്യാടൻ ഷൗക്കത്തിനെ പരാജയപ്പെടുത്തിയാണ് PV അൻവർ ഇടതു സ്വതന്ത്രനായി നിയമസഭയിലെത്തിയത്. ആഫ്രിക്കയിൽ സ്വർണ്ണ ഖനനത്തിന് പോയ അൻവർ നാടകീയമായി മടങ്ങിയെത്തിയാണ് 2021 വീണ്ടും MLA ആയത്. അന്ന് ആര്യാടൻ ഷൗക്കത്തിന് പകരം DCC പ്രസിഡന്റ് VV പ്രകാശിനെയാണ് കോൺഗ്രസ് മത്സരിപ്പിച്ചത്. DCC പ്രസിഡന്റ് സ്ഥാനം ആര്യാടൻ ഷൗക്കത്തിന് നൽകുകയും ചെയ്തു. എന്നാൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ ആര്യാടൻ ഷൗക്കത്തിനെ മാറ്റി DCC പ്രസിഡന്റ് സ്ഥാനം VV പ്രകാശിനു തന്നെ നൽകി. കോൺഗ്രസ് പുനഃസംഘടന വന്നപ്പോൾ ഷൗക്കത്തിനെ വെട്ടി A ഗ്രൂപ്പുകാരനായ VS ജോയ് മറുകണ്ഠം ചാടിയാണ് മലപ്പുറം DCC പ്രസിഡന്റായത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞയുടൻ ഷൗക്കത്തിനെ മാറ്റിയത് A ഗ്രൂപ്പിന് ക്ഷീണമായി. നിലമ്പൂരിൽ ഷൗക്കത്തിന് സ്ഥാനാർത്ഥിത്വം കിട്ടാതെ വന്നാൽ പിന്നെ പാർട്ടിയിൽ നിന്നിട്ട് കാര്യമില്ലെന്ന നിലപാടിലാണ് ഷൗക്കത്തും ഒപ്പമുള്ളവരും. 1 ഡസൻ DCC ഭാരവാഹികളും 10ലധികം KPCC ഭാരവാഹികളും ഷൗക്കത്തിന് പിന്തുണയുമായുണ്ട്. മലപ്പുറത്തെ കോൺഗ്രസിന്റെ നിയന്ത്രണം കൈയാളുന്ന AP അനിൽകുമാറിനോട് ഷൗക്കത്ത് പക്ഷക്കാർക്ക് പ്രതിഷേധമുണ്ട്. VS ജോയിയെ മലപ്പുറം DCC പ്രസിഡന്റാക്കിയതിൽ AP അനിൽകുമാറിന്റെ വലിയ പങ്കാണ് ഈ പ്രതിഷേധത്തിന് കാരണം. സാമുദായിക പ്രാതിനിധ്യം അട്ടിമറിച്ചാണ് ജോയിയെ കൊണ്ടുവന്നതെന്ന വിമർശനവും നിലനിൽക്കുന്നു. AP അനിൽകുമാർ A ഗ്രൂപ്പിനെയും ആര്യാടൻ മുഹമ്മദിനെ ഒപ്പം നിന്നവരെയും വെട്ടിനിരത്തുന്നു എന്ന പരാതിയും ശക്തിയാർജിച്ചിരിക്കുകയാണ്. നിലമ്പൂരിൽ 46% മുസ്ലിങ്ങളും 43% ഹിന്ദുക്കളും 11% ക്രിസ്ത്യാനികളുമാണ് ഉള്ളത്. മലബാറിൽ ക്രൈസ്തവ സ്ഥാനാർത്ഥികളെ പരിഗണിക്കണമെന്ന സഭകളുടെ ആവശ്യത്തിന് മുൻതൂക്കം നൽകണമെന്നാണ് ജോയിയെ അനുകൂലിക്കുന്നവരുടെ വാദം. എന്നാൽ ഷൗക്കത്ത് വിഭാഗം ഈ വാദത്തെ ഖണ്ഡിക്കുന്നത് ക്രൈസ്തവരിലെ പുതുതലമുറ സഭകളിലൊന്നിൻ്റെ ഭാഗമാണ് VS ജോയ് എന്ന മറുവാദം ഉന്നയിച്ചാണ്. പെന്തക്ലോസ് വിഭാഗത്തിൽപ്പെടുന്ന ജോയിയെ സ്ഥാനാർത്ഥിയാക്കിയാൽ കാത്തോലിക്ക സഭയെ തൃപ്തിപ്പെടുത്താനാവില്ല. KC വേണുഗോപാലും AP അനിൽകുമാറും മനസ്സ് തുറന്നിട്ടില്ലെങ്കിലും VD സതീശൻ ജോയിക്കൊപ്പമെന്നാണ് സൂചന. മുനമ്പ വിഷയത്തിൽ അകന്ന ക്രിസ്ത്യൻ സമുദായാംഗങ്ങളെ ജോയിയെ സ്ഥാനാർത്ഥിയാക്കി തൃപ്തിപ്പെടുത്താമെന്നാണ് VD സതീശൻ കരുതുന്നത്. സ്ഥാനാർത്ഥി നിർണയത്തിൽ നേരിട്ട് ഇടപെടില്ലെന്നാണ് മുസ്ലിം ലീഗിന്റെ നിലപാട്. സ്ഥാനാർത്ഥി ആരായാലും UDFന്റെ ഭാഗമെന്ന നിലയിൽ ലീഗ് പിന്തുണ നൽകും. മണ്ഡലത്തിൽ കൺവെൻഷൻ നടത്തി ലീഗ് പ്രചാരണവും തുടങ്ങിക്കഴിഞ്ഞു. 40% മുസ്ലിങ്ങളുള്ള മലബാറിൽ കോൺഗ്രസിലെ ജനപ്രതിനിധികളിൽ മുസ്ലിം പ്രാതിനിധ്യം ഇല്ലാതാകുന്നതിൽ മുസ്ലിം സംഘടനകൾക്ക് പ്രതിഷേധമുണ്ട്. നിലമ്പൂർ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുമ്പോൾ കോൺഗ്രസിന് ഈ ഘടകം കൂടി പരിഗണിക്കേണ്ടി വരും. ഷൗക്കത്തിന് സീറ്റ് കിട്ടിയില്ലെങ്കിൽ പൊട്ടിത്തെറിയുണ്ടാകുമെന്ന സൂചന കിട്ടിയതോടെ പ്രതിസന്ധി ഒഴിവാക്കണമെന്ന നിലപാടാണ് ലീഗ് സ്വീകരിക്കുന്നത്. പ്രാദേശിക ലീഗ് നേതാക്കൾക്കും ആര്യാടൻ ഷൗക്കത്തിനോടാണ് താൽപ്പര്യം. കഴിഞ്ഞ 9 വർഷമായി വന്യജീവി സംഘർഷങ്ങളിൽ കർഷക പ്രക്ഷോഭങ്ങളിലൊന്നും MLA ആയ അൻവറിനെ കണ്ടില്ലെന്ന രൂക്ഷ വിമർശനവും ഷൗക്കത്ത് ഉയർത്തിയിരുന്നു. ഇതോടെയാണ് നിലമ്പൂരിൽ UDF സ്ഥാനാർത്ഥിയായി ഷൗക്കത്തിനെ തള്ളി ജോയിയെ നിർദ്ദേശിച്ച് അൻവർ രംഗത്തെത്തിയത്. നേരത്തെ കിൻഡർ ജോയി എന്നും DCC ഓഫീസ് അടിച്ചുവാരാൻ പോലും യോഗ്യതയില്ലാത്തവനെന്നുമായിരുന്നു ജോയിക്കെതിരെ അൻവറിന്റെ പരിഹാസങ്ങൾ. എന്നാൽ അൻവറിന്റെ UDF പ്രവേശനത്തിന് അനുകൂല നിലപാടെടുത്തതും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് നിലമ്പൂരിൽ അൻവറും പ്രതിപക്ഷ നേതാവ് VD സതീശനുമായുള്ള അനുരഞ്ജനത്തിന് അവസരം ഒരുക്കിയതുമാണ് VS ജോയിയെ അൻവറിന്റെ പ്രിയപ്പെട്ടവനാക്കിയത്. അതിനു മുമ്പ് ജോയിയും അൻവറും കൊണ്ടും കൊടുത്തുമാണ് മുന്നോട്ട് പോയിരുന്നത്.